അച്ഛാ 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 വിളി കേൾക്കത്തില്ലല്ലേ? ഒരു KSRTC ബസ്സിലെ ഡ്രൈവറായ അച്ഛനെ ഈ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറായ മോനെ എങ്ങനെ വിളിക്കണോന്ന് അറിയാം. കാണണോ? ടിൻഡിങ്. ടിൻഡിങ്. കുറച്ചുകൂടി പുറമോട്ട് വരട്ടെ. ടിൻഡിങ്. ടിങ്. നിനക്ക് എന്താടാ? എന്താന്നോ? അച്ഛൻ എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? എടാ, ഒരു KSRTC ജീവനക്കാരനായ എന്റെ മകനാണ് നീയെങ്കിൽ നീയും നിന്റെ പെണ്ണും ഈ KSRTCയിലെ എന്റെ വീട്ടിൽ വരാവൂ. ഞാൻ അച്ഛന്റെ മകനാണെങ്കിൽ, ഈ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ ഞാനാണെങ്കിൽ, ഞാൻ കെട്ടിയ എന്റെ ഭാര്യയും ഞാനോട് ഈ പ്രൈവറ്റ് ബസ്സിലേ പോകത്തുള്ളൂ. കാണാം, നമുക്ക് കാണാം കേട്ടാ. കാണാം. അച്ഛനോട് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞേ? എന്റെ കല്യാണത്തിന് അച്ഛന്റെ KSRTCയിലുള്ള ആരുടെയും സംഭാവന വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന് എന്റെ ചങ്കുകളുണ്ട്, എന്റെ പ്രൈവറ്റ് ബസ്സിലെ എന്റെ ചങ്കുകൾ. നിന്റെ ചങ്കുകൾ എന്ന സംഭാവന എന്റെ ഉണ്ട്. ഈ കവർ ഞാൻ പൊട്ടിച്ചു നോക്കി വരാൻ എഴുതിയേക്കുന്നത് എന്താണെന്ന് അറിയാവോ? എന്ത്? പൊട്ടിക്കല്ല മുത്തേ, മൊത്തം കടവാണെന്ന് പോയി. അങ്ങനാണെങ്കിലേ നിങ്ങളുടെ KSRTCയിൽ അതുകൊണ്ട് ആ ചേച്ചി കണ്ടോ? രേവതി. ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്നേക്ക്. ആ ചേച്ചിയും തന്നായിരുന്നു എന്റെ ഒരു സംഭാവന. തരും. എടാ, അവിടെ വീട്ടിലെ കല്യാണത്തിനുണ്ടല്ലോ 2000 രൂപയാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അത് അവള് തരും. കവറിൽ എത്ര ഉണ്ടോ നോക്ക്. 50 രൂപയും ഒരു ടിക്കറ്റും. എന്നിട്ട് ഇതിന്റെ പുറകെ എഴുതിയേക്കുന്നത് എന്തോന്നറിയോ? ബാക്കി ഇറങ്ങുമ്പോ തരാന്ന്. എന്റെ രേവതി, നിന്നിൽ നിന്നും ഇങ്ങനൊരു ഡബിൾ ബില്ല് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛാ, എന്താടാ? കല്ലറയിലുള്ള അപ്പൂപ്പനില്ലേ? കല്ലറയിൽ അപ്പൂപ്പനല്ലല്ലോ, ശവമല്ലേ? അതല്ലെന്ന്. പിന്നെ കഷണ്ടിയുള്ള ഉണ്ണിയപ്പനില്ലേ? കഷണ്ടിയുള്ള ഉണ്ണിയപ്പോ. നീ എന്തൊക്കെയാണ് കിടന്ന് പറയുന്നത്? ഉണ്ണിയപ്പോ അല്ലച്ചാ, പിന്നെ ഉണ്ണി അപ്പനില്ലേ? ഓ, ഉണ്ണിയപ്പൻ. ആ ഉണ്ണിയപ്പനായിട്ട് അച്ഛൻ എന്തുവായിരുന്നു വിഷയം? നിന്റെ പെണ്ണിന്റെ. എന്റെ പെണ്ണിന്റെ പെങ്ങളില്ലേടാ? അവളോട് ചെന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ? എന്ത്? ഫോൺ നമ്പറിന്റെ അവസാനത്തെ 4 അക്കം എന്താ ഭാവി പറയാന്ന് പോലും. അത് ഭാവി പറയൂല്ലോ. പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാം 6 അക്കം കൂടെ തരാൻ. അതെന്തിന്? രാത്രി വർത്തമാനം കൂടി പറയാം. അവന്റെ വർത്തമാനം നോക്കി ഞാൻ തല്ലണ്ടടാ, തല്ലണ്ട ഞാൻ. അപ്പൊ എന്റെ കല്യാണമായിട്ട് തിളങ്ങുന്ന പച്ച ജുബ്ബ ഇട്ടുകൊണ്ട് നിൽക്കുവല്ലേ? ഈ തിളക്കത്തിൽ നിന്റെ അമ്മയാണ്. തിളക്കത്തെ അമ്മയല്ലല്ലോ, കാവ്യമാധവനല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഈ തിളക്കത്തിന്റെ പുറകിൽ നിന്റെ അമ്മയാണെന്നാ ഞാൻ പറഞ്ഞത്. അതിന് അമ്മ എന്തോ ചെയ്തു? എന്റെ കല്യാണത്തിന് തിളക്കമുള്ളൊരു ഷർട്ട് ചോദിച്ചപ്പോ അവൾ എന്നോട് ചെയ്ത് എന്താണെന്ന് അറിയാവോ? എന്ത്? മീൻ വെള്ളം കോരി എന്റെ പുറത്ത് വെച്ചിട്ട് പറയാ, നിങ്ങളുടെ തിളക്കം കൊണ്ട് പൊക്കാളെ. അപ്പൊ ഈ തിളക്കം മീന്റെ ചെതമ്പലടാ ഇത്. അച്ഛാ, അച്ഛനോട് പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. ഇത് നിന്റെ അമ്മായപ്പനോട് എന്ന് ചോദിക്കും. അതെന്തോ പാടുള്ളതൊക്കെ എന്നോട് വന്ന് എന്തിനു പറയുന്നു? അങ്ങനല്ലെന്ന്. അച്ഛനോടൊരു മകൻ പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ നിന്റെ ആരാണ്? അച്ഛൻ അല്ല. അല്ലേ? അങ്ങനല്ല, നമ്മള് കൂട്ടുകാരെ പോലെ അല്ലടാ. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. എന്നാ മച്ചമ്പി ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ കളയാതെന്ന്. ഞാൻ പറഞ്ഞത് മണിയറ ഒരുക്കണ്ടേ? എങ്ങനെ? മണിയറ ഒരുക്കണ്ടേന്ന്. എന്റെ മണിയറ ഒരുക്കാൻ നിന്നെ ഞാൻ വിളിച്ചായിരുന്നു? ഇല്ല. പിന്നെ നിന്റെ മണിയറ ഒരുക്കാൻ എന്നെ എന്താടാ വിളിക്കുന്നത്? പിന്നെ എന്തുവായാലും ഒരു മണിയറ വേണമല്ലോ. എടാ, അത് ഞാൻ പന്തലുകാരോട് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. ഏത് പന്തലുകാര്? നമ്മുടെ വീട്ടിൽ പന്തലിട്ടവരോട്. അയ്യോ, അവര് വേണ്ട. അവര് ശരിയാവത്തില്ല. എന്നടാ? അതെന്താന്നറിയോ? എന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, കടലിൽ പണിക്ക് പോകുന്ന ക്ലീറ്റസ്. അവന്റെ കല്യാണത്തിന് ഇവരെയാണ് മണിയറ ഒരുക്കാൻ ഏൽപ്പിച്ചത്. അവൻ ചെറുതായിട്ട് പറഞ്ഞ ആ റൂമിൽ ഒരു കടലിന്റെ അറ്റ്മോസ്ഫിയർ വേണോ. മണിയറ തുറന്ന് നോക്കിയപ്പോ കണ്ടത് എന്താ? നീ കണ്ടതോ? കണ്ടു. എന്നോട് എന്തിനാണ് ഇതൊക്കെ വന്ന് പറയുന്നത്? അങ്ങനല്ലെന്ന്. പിന്നെ മണിയറ തുറന്ന് നോക്കുമ്പം തറയിൽ മൊത്തം മണല്. ഓ, അങ്ങനെ. കട്ടിലേലാണെങ്കിൽ ആമത്തോട് ഇങ്ങനെ കമത്തി വെച്ചേക്കുന്നു. അപ്പുറത്ത് പവിഴങ്ങൾ, മുത്തുകൾ, രത്നങ്ങൾ. കറക്റ്റ് കടലിന്റെ അറ്റ്മോസ്ഫിയർ. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് വലവീശുകാരായി, തീപിടുത്തക്കാരായി, പിന്നെ ലേലം വിളിയായി. അപ്പൊ അവന്റെ ഫസ്റ്റ് അവൻ അവസാനം ആ മുറി ലേലം വിളിച്ചെടുക്കുമായിരുന്നു. വേണ്ട 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 വേണ്ട. നമ്മുടെ വീട്ടിൽ ഈ വക പരിപാടിയൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, എനിക്കും അച്ഛനെ പോലെ ഒരു ചെറിയ കല്യാണം മതിയായിരുന്നു. അപ്പോ ഡിപ്പോയിന്ന് ആളൊഴിഞ്ഞ KSRTC പിടിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം. എന്തേലും പറഞ്ഞായിരുന്നു? KSRTC കുറിച്ച് പറഞ്ഞത് അത് തന്നെ ഞാൻ പറയാൻ വന്നത്. ഈ KSRTCക്കകത്ത് ഞാനും എന്റെ പെണ്ണും പോകത്തില്ല. നീ KSRTC അങ്ങനെ കളിയാക്കരുത്. നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ് ഈ കിടക്കുന്നത്, അറിയാം. എന്നാ ഈ KSRTC എടുത്ത് ഒരു ആണി അടിച്ച് ഭിത്തിയെ തൂക്കാത്ത KSRTC കളിയാക്കരുതേ, കളിയാക്കരുതേ. ഞാൻ കളിയാക്കും. നിങ്ങളുടെ വണ്ടി ഇടത്തോട്ട് പിടിച്ചാ വലത്തോട്ട് പോത്തിക്കും. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാ. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇടിച്ചു കയറ്റും. അതോ? അങ്ങനെ പറയണ്ട. എന്തോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ് കാരണമില്ലേ എനിക്ക് കല്യാണം സെറ്റ് ആയത്. അതെങ്ങനെ? അതറിയത്തില്ലേ? ഇല്ല. അതായത് ഞാൻ എന്റെ ഈ പ്രൈവറ്റ് ബസ് കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ബ്രേക്ക്, മണിക്കുട്ടി മുന്നിൽ. മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കല്യാണം നടക്കുവോ?
അങ്ങനെ ഞാനും അവളോട് പ്രേമിച്ചാണ് ഈ കല്യാണം നടന്നത്. ആണോ? അതൊക്കെ ഞാനൊക്കെ എന്തോരം ബ്രേക്ക് കേൾക്കുന്നു. പക്ഷെ ഞാനെങ്കിലും കണ്ടിട്ടില്ല ഒരു പെണ്ണ്. എന്റെ മരുമോളെ വിളിക്കുക, അവളെ ആദ്യം വിളിക്കുക, അവളോട് വന്നിട്ട് ഞാൻ സംസാരിക്കാം കേട്ടാ. അവളും ഈ വണ്ടിക്കകത്ത് കയറത്തില്ല. കാണാടാ. അച്ഛനെന്തോന്നെ അച്ഛൻ അങ്ങോട്ട് നിന്ന് കരയുന്നു, ഇങ്ങോട്ട് നിന്ന് കരയാ. പോടാ കരങ്ങ. അതുകൊണ്ട് നിന്റെ പെണ്ണാന്ന് നിന്ന് കരയുന്നത്. അയ്യോ നിനക്കെന്ത് പറ്റി? പോയാന്ന് നോക്കിയാണ്. അച്ഛനും അമ്മയാന്നോ? അല്ല, എന്റെ പുറകെ വീഡിയോ എടുക്കാൻ വന്ന ക്യാമറമാൻ പോയാ നോക്കാൻ. അത് പോയി. പോയോ? ഇത്ര പെട്ടെന്ന് പോയോ? 30 സെക്കൻഡ് റീൽ ഇടാനുള്ള കണ്ടന്റ് കിട്ടി കാണോ എന്തോ. 2 റീലും കൊള്ളാം. അങ്ങനെ പറയല്ലേ. ഞാനും ഇവളൂടെയുള്ള മണിക്കുട്ടി എന്നുള്ള റീലുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങും വൈറലുവാ. ഈ മണിക്കുട്ടി ഉണ്ടല്ലോ, അത് ഞങ്ങള് കണ്ട് മടുത്ത്. അതൊക്കെ ഞങ്ങളുടെ ഡിപ്പോ അല്ലേ റീല്. നീ കണ്ടിട്ടുണ്ടോ? ഒന്ന് കാണണം. ഞങ്ങളുടെ മണിക്കുട്ടി അത്ര വരത്തില്ല. കൊച്ചിങ്ങോട്ട് നീങ്ങിയില്ലേ? എന്താ അച്ഛാ? കല്യാണത്തിന് വന്നു എല്ലാരും ചോദിച്ചു നിന്റെ അനിയൻ എന്താ ജോലി ചെയ്യുന്നു. അവൻ ഗൾഫിലോട്ട് നോക്കുന്നുണ്ട്. എന്നാ നിന്റെ പെരക്കാത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ഗൾഫ് കാണാൻ അതല്ല, അവൻ വിദേശത്ത് ജോലി നോക്കുന്നുണ്ടെന്ന്. ഓ അങ്ങനെ. ഞങ്ങളുടെ വീട്ടുകാരും ചോദിച്ചു ചേട്ടന്റെ അനിയൻ എന്താ ജോലിന്ന്. അവൻ മിന്നലാണ്. അന്നാ വെട്ടമാണോ? അതല്ലെന്ന്, മിന്നല് ബസ് ഓടിക്കുവാന്നാ പറഞ്ഞത്. ഓ അങ്ങനെ. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരോടും കൂടി മര്യാദയ്ക്ക് വന്ന് ഈ ബസ്സിൽ കയറുന്നതാണ് നല്ലത്. ഞാൻ കേറാം. കേറത്തില്ല. അതിനു മുന്നേ അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കണം. എന്താണ്? അച്ഛൻ എന്ത് പണിയാ അച്ഛാ കാണിച്ചേ? എന്തോ? ഞങ്ങളുടെ കുഞ്ഞമ്മ മാമന്റെ അടുത്ത് ചോറ് വെച്ചോണ്ടിരിക്കായിരുന്നു. ആ മാമൻ അവിടെ നിന്ന് എണീപ്പിച്ച് പുറത്താക്കിയെന്ന്. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കരുത്, അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ചേട്ടാ. അത് ഞങ്ങളുടെ ബസ്സിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കയ്യും തലയും പുറത്തിടുന്നതും ശിക്ഷാർഹമാണ്. അതൊക്കെ പോട്ടെ, അച്ഛന്റെ കൂടെ ഉള്ള ഒരു ചെക്കർ സദ്യാലയത്തിൽ കയറി കാണിച്ചെന്താന്ന് അച്ഛൻ അറിയാമോ? ചോറ് വെച്ചോണ്ടിരുന്നോടത്ത് പറയുവാ ടിക്കറ്റ് എടുക്കാത്തോടെ എണീച്ച് വെളിയിൽ പോവാൻ. അത് അങ്ങനെ പറഞ്ഞല്ല, കല്യാണം വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വെളിയിൽ നിൽക്കാനാണ് ഉദ്ദേശിച്ചത്. കേട്ടോ? ഞങ്ങളുടെ വണ്ടിയിലും ഉണ്ട് ചക്കർ. ഏട്ടനോട് ഇത് കേൾക്കണം. എടാ നിന്റെ കിളി ഉണ്ടല്ലോ, ഞാൻ മണ്ഡപത്തിൽ നിന്നപ്പോ എന്നോട് പറഞ്ഞ എന്തുവാണെന്ന് അറിയാവോ? മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് മാറി നിൽക്കി, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. ഈ ഒരു കാര്യം പറയാം, രണ്ടുപേരോടും മര്യാദയ്ക്ക് വന്ന് എന്റെ KSRTC കയറുന്നതാണ് നല്ലത്. മര്യാദക്ക് നീ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന KSRTC കയറുന്നുണ്ടോ? പ്രൈവറ്റ് ബസ്സിൽ കയറുന്നുണ്ടോ? KSRTC കയറുന്നുണ്ടോ? പ്രൈവറ്റ് ബസ്സിൽ കയറുന്നുണ്ടോ? KSRTC കയറുന്നുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അച്ഛനും മോനും കൂടെ ആ പ്രൈവറ്റ് ബസ് കയറി അങ്ങ് വീട്ടിൽ പൊക്കോ. അതെന്ത്? ഞാനും ഈ ചേച്ചിമാരും കൂടെ ആ കിടക്കുന്ന KSRTC അങ്ങ് വന്നോളാം. നിങ്ങളെ പോലെ തീരുമാനവും ഉറപ്പില്ലാത്ത ഒരാൾ കൂടെ ഞാൻ വരത്തില്ല. ഉഷ ചേച്ചി വണ്ടി എടുക്ക് ചേച്ചി. അടിപൊളി അല്ലേ? KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും. അയ്യോ, KSRTC പറയുമ്പോ അവിടുത്തെ കയ്യടി കാണണമായിരുന്നു, ഒരു ഹരമായിരുന്നു അല്ലേ? നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി പറയുമ്പോ ഇവിടെ ഭയങ്കര കയ്യടി, അവിടെ പ്രൈവറ്റിന് കൈയടിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഇതുപോലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ബസ് നമ്മുടെ രമീച്ചിക്ക് പറയാനുണ്ടാവും കഥ അല്ലേ രമീച്ചി? കല്യാണത്തിന് മുമ്പ് അഡ്വൈസ് മെമ്മോ KSRTC കണ്ടക്ടറായിട്ട് അഡ്വൈസ് മെമ്മോ വന്നായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടക്ടർ ആയത്. ചേട്ടൻ KSRTC ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് ടൂറിസ്റ്റ് ബസ്സിന് പകരം KSRTC ബസ്സാണ് ആളുകളെ കൊണ്ടുപോകാൻ വിളിച്ചത്. പിന്നെ ഞാനും ചേട്ടനും കൂടെ കിളിമാനൂർ ഡിപ്പോയിൽ തന്നെ ചേട്ടൻ ഡ്രൈവറായിട്ടും അതേ ബസ്സിൽ കണ്ടക്ടറായിട്ടും ഞങ്ങൾ കുറെ ഡ്യൂട്ടി പോയിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയത് എങ്ങോട്ടേക്കായിരുന്നു ഈ ട്രിപ്പ് ആയിട്ട്? ചേട്ടൻ നെടുമങ്ങാട് ആ ഒരു ചെയിൻ സർവീസ് ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതില് ചേട്ടൻ ഡ്രൈവറായിട്ടും ഞാൻ കണ്ടക്ടറായിട്ടും പോയിട്ടുണ്ട്. അറിയോ, നമ്മൾ ഈ ചില റീലൊക്കെ കാണില്ല, ഈ ബസ്സിന്റെ ഡ്രൈവർമാർ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ബാഗിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കും. അതുപോലെ ആയിരിക്കും ചേട്ടൻ ഓടിച്ച് ഉടുപ്പൊക്കെ തോന്നുന്നു. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ലവ് മാരേജ് ആയിരുന്നോ നിങ്ങളുടെ? ലവ് മാരേജ് അല്ല. പക്ഷെ എല്ലാരും ഉറപ്പാണ്, എല്ലാരും ചോദിക്കുന്ന അതാണ്. കല്യാണം ആലോചിച്ച് വന്നതാണ്. അന്നിന് പക്ഷേ അഡ്വൈസ് മെമ്മോ വന്ന് നിൽക്കിയത്. പിന്നീടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ആയത്. അത് കിളിമാനൂർ തന്നെയാണ് വന്നത്. ഞങ്ങൾ രണ്ടും ഒരേ ഡിപ്പോയിൽ ചെയ്ത്. ചേട്ടൻ ഇപ്പൊ ആരോഗ്യവകുപ്പ് ഡ്രൈവറാണ്. ഒരു ഫീലിംഗ് അങ്ങനെ ഒരു കഥയുണ്ട്. ഇപ്പൊ ലൈഫിലും അങ്ങനെ തന്നെ. മണിയടിച്ച് ഇങ്ങനെ നിക്കണം. നൈസ്. കമ്മിങ് ബാക്ക്, നമ്മുടെ സ്കിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്കിറ്റായിരുന്നു. എന്നാ ചേച്ചി ഒന്നും പറയണ്ടേ? ഞങ്ങൾ ആരും ഒന്നും പറയണ്ടോ ഇതിനെ പറ്റി? പറ അഖിലേ, അല്ലെങ്കിൽ നീ എപ്പോഴും പറയുമല്ലോ എല്ലാരെയും പറ്റി. പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സിലും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നോണ്ട് കേൾക്കുന്ന വാക്കുകളില്ലേ, സ്ഥിരം കിളിമാര് പ്രൈവറ്റ് ബസ്സിൽ പറയുന്നതാണ് അങ്ങോട്ട് കയറിയില്ലേ അവിടെ ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമുണ്ട്. ഇത് ബസ്സിൽ യാത്ര ചെയ്തവർക്ക് കിട്ടുമോ? ചിലപ്പം എലിയിലേക്ക് കിട്ടണമെന്നില്ല, നമുക്കത് കിട്ടി. അതുപോലെ തന്നെ ഈ അനൗൺസ്മെന്റ് ഉണ്ട് അല്ലേ? പണ്ടുണ്ടോ? ഇപ്പൊ ഉണ്ടോ സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ്? ഉണ്ട്.
കാണുമായിരിക്കുമല്ലോ. ആ മറ്റേ ബസ് സ്ഥലപ്പേര് വിളിച്ചോണ്ട് അനൗൺസ്മെന്റ് അത് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര ഹരമാണത് കേൾക്കാൻ. കിളി വന്നിട്ട് ആലങ്കോട് തൊപ്പി എന്ന പണ്ട് കേൾക്കാം. അവരോട് ചേർത്ത് ഒരു പാലച്ചിറ വഴി വർക്കലേക്ക് പോകുന്ന RKV സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റൈലുണ്ട് ഈ ബസ്സിൽ അനൗൺസ്മെന്റ് വിളിച്ചു പറയണം. അല്ല യൂഷ്വലി നമ്മൾ റോഡിൽ ബസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ ഇല്ല. പക്ഷെ ഇവിടെ ആ KSRTC എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷൻ, ആ ഒരു എനർജി വരില്ലേ അത്. ബിക്കോസ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ പ്രൈവറ്റ് ബസ്സും KSRTCന്റെ ഇടയിൽ. പക്ഷെ ആ ഒരു കമ്പാരിസൺ, ആ ഒരു ആശയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂഷ്വലി നമ്മൾ അങ്ങനെ വിചാരിക്കില്ല, ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ രണ്ടും ഒരേ കാര്യമാണല്ലോ. പക്ഷെ ദാറ്റ് വാസ് എ ഗുഡ് തിങ്, ദാറ്റ് വാസ് എ ഗുഡ് തിങ്. പെർഫെക്റ്റ്. ഇനി നമുക്ക് ബാറ്ററി നോക്കാം. ഓക്കെ ബാ. കനനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 20,000 rupees 20,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, ബാങ്ക് ഓഫ് ബോംബെ. ബോംബെ എന്തോരം കാശാ ഇറങ്ങുന്നേ. പൈസ ക്രെഡിറ്റ് ആയി.